ഇ.ഡി. റെയ്ഡിന് പിന്നാലെ കോഴിക്കോട് CPM നേതൃത്വത്തിൽ കടുത്ത വിഭാഗീയത. മുൻമന്ത്രിയും MLA-യുമായ മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തം. വ്യക്തിപരമായ ആരോപണങ്ങളിൽ പാർട്ടിയും പ്രതിക്കൂട്ടിലാകുന്നുവെന്നാണ് പരാതി. തുടർച്ചയായുള്ള ഇ.ഡി. പരിശോധന തെളിവില്ലാതെ ആകില്ലെന്നും ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരു വിഭാഗം അണികൾ പറയുന്നത് പോലെ തന്നെ ഇ.ഡി. അന്വേഷിക്കുമ്പോൾ അത് തുടർച്ചയായി അന്വേഷണം നീണ്ടുപോകുമ്പോൾ തെളിവ് സ്വാഭാവികമായും ഉണ്ട്. ആ തെളിവ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഇ.ഡി. വ്യക്തമാക്കിയും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ജില്ലാ കമ്മിറ്റിയിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ പാർട്ടി കടുത്ത എതിർപ്പുമായി ഒരു വിഭാഗം റിയാസിനെതിരെ, നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു അല്ലേ? തീർച്ചയായും KP, അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടുകളിൽ, ഉറ്റ സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും വീട്ടിൽ ED സംഘം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയത്. ഇതിനു മുൻപും ഇത്തരത്തിൽ മുഹമ്മദ് റിയാസിന്റെ വീടുകളിലും മറ്റുമൊക്കെ ED സംഘം എത്തി റെയ്ഡ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ വലിയ പ്രതിരോധം തീർത്തുകൊണ്ട്, ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് CPM ജില്ലാ നേതൃത്വം രംഗത്ത് വരികയും വലിയ പ്രകടനങ്ങൾ നടത്തുകയും അണികളെ ഇറക്കിക്കൊണ്ട് വലിയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലടക്കം ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിലാണ് പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയത ഉണ്ടാകുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം, CPM-നുള്ളിൽ ഒരു വിഭാഗം പറയുന്നത് നിരന്തരം ഇത്തരത്തിൽ ED സംഘം എത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സാഹചര്യത്തിൽ തെളിവുകളില്ലാതെ ഇങ്ങനെ ചോദ്യം ചെയ്യുമോ എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ചോദിക്കുന്നത്. ഇതിനൊക്കെ ഭാഗമായിട്ടാണ്, ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത പക്ഷം ഇന്നലെ അടിയന്തരമായി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കോഴിക്കോട് ചേർന്നത്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ 10 മണിക്കൂർ ED സംഘം ചോദ്യം ചെയ്ത മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള നിഖിൽ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു, അംഗം കൂടിയാണ്. നിഖിലിനോട് കൃത്യമായി വിശദീകരണം ചോദിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മുമ്പ് ഇങ്ങനെ ഉണ്ടായപ്പോഴൊന്നും ഇങ്ങനെ ഒരു വിശദീകരണം തേടലോ മറ്റ് യോഗം ചേരലോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ആ യോഗത്തിൽ നിഖിലിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. മുഹമ്മദ് റിയാസ് കൂടി ഉണ്ടായിരുന്ന യോഗത്തിലായിരുന്നു ഈ വിശദീകരണം തേടൽ. ഈ വിശദീകരണം ചോദിച്ച സമയത്ത് നിഖിൽ പറഞ്ഞത് തനിക്ക് വീണാട്ടിയുടെ കമ്പനിയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ CPM-ന് അകത്തെ ഒരു വിഭാഗം ഇത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ CPM-ലെ മുതിർന്ന നേതാക്കളടക്കം ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ റിയാസിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം. എന്തായാലും ഇത്തരത്തിൽ നിരന്തരം ഈ ED സംഘം എത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസും കോഴിക്കോട് ജില്ലയിലെ CPM നേതൃത്വം രണ്ട് വിഭാഗത്തിലേക്ക് കടക്കുകയാണ്, വിഭാഗീയത രൂക്ഷമാവുകയാണ് എന്നുള്ളതാണ് KP.